ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. പിന്നെ നമ്മളിന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ചുമ്മാ ഒന്ന് കറങ്ങാൻ പോയതാണ്. എങ്ങോട്ട് പോകണമെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ നേരെ വണ്ടി വിട്ടു. ഇപ്പോൾ കോട്ടയത്തിന് നമ്മുടെ വീടിനടുത്തുള്ള ഒരു ചെറിയൊരു ഹിൽ ടോപ്പാണ്. ഇലവിഴ പൂഞ്ചിറ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇലവിഴ പൂഞ്ചിറ എന്ന് പറയാൻ കാര്യം എന്നാന്ന് പറഞ്ഞാൽ അവിടെ ഒരു തടാകമുണ്ട്. ആ തടാകത്തിൽ ഇല വീഴത്തില്ല. ചുറ്റും മരങ്ങളും കാടുകളൊക്കെ ഉണ്ടെങ്കിലും ആ തടാകത്തിലേക്ക് ഒരു ഇല പോലും വീഴില്ല എന്നാണ് അതിൻ്റെ ഐതിഹ്യം. അത് പറഞ്ഞു തന്ന ആരെന്ന് വെച്ചാൽ തങ്കച്ചൻ ചേട്ടൻ ഒരു 40 വർഷം മുമ്പ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിപ്പം അവിടെ ചെന്നപ്പോൾ അദ്ദേഹവും അത് ഫാമിലിയൊക്കെ വീണ്ടും 40 വർഷങ്ങൾക്ക് ശേഷം അവിടെ ഈ സ്ഥലം കാണാനെത്തി. അദ്ദേഹമാണ് ഇതിൻ്റെ സംഭവം ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞു തന്നത്. എന്തായാലും ഒരു അടിപൊളി യാത്രയായിരുന്നു. അങ്ങനെ യാത്ര ചെയ്യാനും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണാനൊക്കെ ആഗ്രഹമുള്ള കൂട്ടുകാർ പോന്നോളൂ. നമുക്കൊരു ട്രിപ്പൊക്കെ വെക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ടോപ്പിലെത്തി. അവിടെ കുറേ വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. വ്യൂ പോയിൻറ്റ്സിൽ ജീപ്പുകൾ, ടാക്സി ജീപ്പുകൾ കിടപ്പുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ വരെ പോകത്തുള്ളൂ. പിന്നെ ഓഫ് റോഡാണ്. ഓഫ് റോഡ് വഴി ജീപ്പ് സൗകര്യമുണ്ട് കേട്ടോ. 1/2 മണിക്കൂർ 1 മണിക്കൂർ അവർ കുറേ വ്യൂ പോയിൻറ്റ്സ് ഒക്കെ കൊണ്ടുപോയി കാണിക്കും. അധികം റേറ്റൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ജീപ്പ് എടുക്കുന്നില്ല, നടന്ന് പോകാൻ പറ്റുന്ന ഏറ്റവും അടുത്തുള്ള ഒരു വ്യൂ പോയിൻറ്റിലേക്ക് ഞങ്ങൾ നടന്ന് പോയിട്ടാണ് സംഭവമൊക്കെ കണ്ടിട്ട് പോകുന്നത് കേട്ടോ. സ്ഥലത്തെ പ്രധാന പയ്യൻസൊക്കെ റോഡിലിറങ്ങി കിടപ്പുണ്ട്. അങ്ങനെ ഞങ്ങളൊരു പാറയുടെ മുകളിൽ കയറി ഇരുന്ന് താഴേക്ക് ഒക്കെ നോക്കി ഒക്കെ ഇരിക്കുകയാണ് കേട്ടോ. ആശുക്കുട്ടി അവിടെ ഇരുന്ന് സാൻഡ്വിച്ചോ ഏതാണ്ടൊക്കെ കഴിക്കുന്നുണ്ട്. ആ കാണുന്നതാണ് ഇലവിഴ പൂഞ്ചിറ തടാകം. അതിനകത്ത് ഇല വീഴില്ല. നല്ല ഫോഗ് കയറി വരുന്നുണ്ട് കേട്ടോ. കോട കയറി വരുന്നുണ്ട്. നല്ല കോടയാണ്. ദൂരക്കാഴ്ച അങ്ങനെ കാണാൻ കിട്ടുന്നില്ല. നമ്മൾ കയറി വന്ന ചുരം കയറി വന്ന റോഡാണ് താഴെ കാണുന്നത് കേട്ടോ. നല്ല രസമല്ലേ ഇങ്ങനെ കാണാൻ? അവിടെ കോട കയറി വരികയാണ്. ഇതൊക്കെ നമ്മുടെ കോട്ടയത്തിന് ഏറ്റവും അടുത്തുള്ള സ്ഥലമാണ്. ഇങ്ങനെയൊക്കെ സ്ഥലങ്ങൾ കോട്ടയത്തിനടുത്തൊക്കെ ഉണ്ട്. നമ്മൾ ഊട്ടി, കൊടൈക്കനാൽ അവിടെ ഇവിടെയൊക്കെ ടൂർ പോകുന്നതിന് പകരം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ കോട്ടയത്തും കേരളത്തിനകത്ത് തന്നെയുള്ള കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ തങ്കച്ചൻ ചേട്ടനും ഫാമിലിയും. അദ്ദേഹം 40 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ വരുന്നത് ഫാമിലിയായിട്ട്. അദ്ദേഹത്തിൻ്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ട് കേട്ടോ കൂടെ. 40 വർഷം അന്ന് ചെറിയ റോഡായിരുന്നല്ലേ? അന്ന് ചെറിയ റോഡ്. ഞങ്ങളുടെ മായാവതി പണിക്ക് വന്നപ്പോൾ അന്നിവിടെ വയർലെസ്സുകാരൊരു അന്നുമുണ്ട്. വയർലെസ്സുകാരെ മിലിറ്ററിയുടെ ഒരു ടവർ. എൻ്റെ പേര് തങ്കച്ചൻ. എവിടുന്നാണ് വരുന്നത്? ഞങ്ങളുടെ യഥാർത്ഥ വീട് കട്ടപ്പനയാണ്. ഞങ്ങളിപ്പം മൂവാറ്റുപുഴ പാമ്പാക്കട. ഇല വീഴാപ്പൂജ അന്ന് മരമൊന്നുമില്ല. ഇപ്പം മരമൊക്കെ ഉണ്ട്. അന്ന് മരം അതന്നെ ഓളം അടിച്ച് ഇങ്ങോട്ട് സൈഡിലേക്ക് പോരുന്നു കാറ്റേ. ഇവന് നോക്കണേ. ഞാൻ അപ്പൂപ്പനെയും കൊണ്ട് ഇവിടെ വന്ന് അപ്പൂപ്പനെ കൊണ്ടുവന്ന് ഇവിടെ എല്ലാം കാണിച്ചെന്ന് പറയാം. അങ്ങനെ പ്രകൃതി രമണീയമായ നമ്മുടെ ഈ ഇലവിഴ പൂഞ്ചിറയിൽ കുറച്ച് നേരം സമയമൊക്കെ ചിലവഴിച്ചിട്ട് നമ്മൾ തിരികെ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതാണ് നമ്മുടെ ആ തടാകം. അങ്ങനെ തങ്കച്ചൻ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ചൊക്കെ തന്നു. അങ്ങനെ ഞങ്ങൾ തിരികെ ഇറങ്ങുകയാണ്. ആശുക്കുട്ടി കുടിവെള്ളം ഒക്കെ എടുത്ത് നേരെ താഴേക്ക് നടക്കുകയാണ് കേട്ടോ.
കുറച്ച് റിസ്ക് പിടിച്ച വഴിയാണ്. ഒന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ തെന്നിയൊക്കെ വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം പാറക്കൂട്ടങ്ങളിങ്ങനെ അടുങ്ങിയിരിക്കുന്നതുകൊണ്ടേ. പിന്നെ നമ്മുടെ ചാനൽ പുതിയതാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. പിന്നെ നമ്മുടെ ഇങ്ങനെ യാത്ര ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഓരോ ട്രിപ്പൊക്കെ വെച്ച് അടിച്ചു പൊളിക്കാം. പിന്നെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.